നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോമ്പിനേഷൻസിനെ കുറിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പിനേഷൻ വീനസ് രാഹു കോമ്പിനേഷൻ. വീനസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്യൂട്ടി, എസ്തെറ്റിക്സ്, പെർഫെക്ഷൻ, ആർട്ടിസ്റ്റ്, ഇതെല്ലാമാണ്. അപ്പം ഇതിനോടൊപ്പം കലയോടൊപ്പം രാഹു ചേർന്നാൽ എന്തായിരിക്കും? കലയിലെ ആർട്ടിഫിഷ്യൽ കാര്യങ്ങൾ, സിനിമ, സീരിയൽ പോലുള്ള കാര്യങ്ങൾ, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, മേക്കപ്പ്, ഇതെല്ലാം. സിനിമ സംവിധാന മേഖല, ഇതിലൊക്കെയുള്ള വിജയം, സിനിമാ സംവിധായകനൊക്കെ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതിൻ്റെ ടെക്നോളജികളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൽ വിജയിക്കാനുള്ള കഴിവും, സംവിധാനം അല്ലെങ്കിൽ എഡിറ്റിംഗ് അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുക, ഡിസൈനിങ്, കോസ്റ്റ്യൂം ഡിസൈനിങ് ഉണ്ടല്ലോ, ഒരു പർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, നാച്ചുറലായിട്ട് ചെയ്യുന്നതല്ല. ഇപ്പം കഥകളി, ഭരതനാട്യം, അങ്ങനെയുള്ള നാച്ചുറൽ കലകൾ, നാച്ചുറലായിട്ടുള്ള എഴുത്തുകൾ, ഇതൊക്കെ ശുക്രനാണ്. അതിലേക്ക് രാഹു വരുമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസിലേക്ക്, വളരെ കുറച്ച് കാലം മാത്രം നിൽക്കുന്ന ഒരു കാര്യം ഒരു മാസിലേക്ക്, ഒരു സിനിമ കുറച്ച് കാലമുള്ള അതിൻ്റെ ആയുസ്, അതുപോലെ തന്നെ ഒരു മാസിലേക്ക് വളരെ കുറച്ച് കാലത്തേക്ക് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പം ബ്രൈഡൽ മേക്കപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഒറ്റ ദിവസം കാണത്തുള്ളത്, ഇന്നും അങ്ങനെ നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം ചെയ്യുന്ന, കുറച്ച് കാലത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ വാസ്തവത്തിൽ രാഹു ശുക്ര കോമ്പിനേഷനാണ്. സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സിനിമ ടെക്നീഷ്യനാവാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ നല്ലൊരു യോഗം ഈ രാഹു ശുക്ര യോഗം. നമ്മുടെ അടുത്ത് കൺസൾട്ടേഷന് വന്നിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസുകളുടെ ഹോറോസ്കോപ്പിൽ ഈ യോഗം കണ്ടിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കും. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രധാന ദോഷം എന്തുവാണെന്നറിയാം, അത് ഞാൻ പറഞ്ഞുതരാം. ഫെയില്യൂർ ഇൻ പ്രൈവറ്റ് ഫാമിലി ലൈഫ്. ഒന്ന്, ഫാമിലി ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. മിക്ക ആൾക്കാരും ഡിവോഴ്സ്ഡ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സീക്രട്ടീവായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവും. ഈ പാർട്ടി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പുകൾ, ഗ്ലാമറസ് ലൈഫുകളോടും ഫാൻറ്റസി, വേൾഡ് വെച്ച് നീട്ടുന്ന ഫാൻറ്റസി ലൈഫുകളോടുമൊക്കെയുള്ള ഒരു താല്പര്യം, സ്റ്റൈൽസിനോടുള്ള കമ്പം, കോസ്റ്റ്യൂംസും മേക്കപ്പും, ഇവരെ പ്രസൻറ്റ് ചെയ്യുന്നതിനകത്ത് പോലും ഒരു പുതുമയുണ്ടാവും. മനസ്സിലാവുന്നുണ്ട്? ഒരു സെലിബ്രിറ്റി ടച്ച് ഉണ്ടാവും ഇവർക്ക്. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ 45 ആണ്. ഈ സൗന്ദര്യം കുറഞ്ഞു പോയി, അല്ലെങ്കിൽ പ്രായം കൊണ്ട് എൻ്റെ സൗന്ദര്യം കുറഞ്ഞു പോയി, അതെനിക്ക് സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആഫ്റ്റർ 45 എനിക്ക് എൻ്റെ സൗന്ദര്യം പോയി, എനിക്ക് ആൾക്കാരുടെ ഇടയിലേക്ക് എങ്ങനെ ഇറങ്ങി ചെല്ലാൻ പറ്റുന്നില്ല എന്നുള്ളത് ആലോചിച്ചിട്ട് ദുഃഖിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 45 വയസ്സിന് ശേഷം, 45 വയസ്സിന് മുമ്പ് അവർക്ക് കിട്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ കിട്ടാത്തതിൻ്റെ നിമിത്തം ഉണ്ടാവുന്ന ഡിപ്രഷൻ. വളരെ അട്രാക്റ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ പഴയ ദേവരാഗത്തിലൊക്കെ ശ്രീദേവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു വല്ലാത്ത ഒരു രീതിയിൽ ശുക്രൻ്റെ ഒരു രാഹു കോമ്പിനേഷൻ്റെ രീതിയിലാണ് ദേവരാഗത്തിലൊക്കെ ശ്രീദേവിയെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു രാഹുവും കൂടെ വരുമ്പോഴത്തേക്ക് ടൈപ്പ് ഒരു ബുദ്ധിയും കൂടെ ചേർന്നാൽ അതിശക്തമായിട്ടുള്ള ക്രിയേറ്റീവ് ഡയറക്ടേഴ്സായിട്ട് മാറും. സിനിമാ മേഖലകളിലൊക്കെ എനിക്ക് തോന്നുന്നു ഭീകരന്മാരായിട്ടുള്ള ഡയറക്ടർമാരായിട്ടുള്ള പലർക്കും ഈ ശുക്ര രാഹു കോമ്പിനേഷൻസ് ഉണ്ടാവും, ഉറപ്പാണ്. ഈ രാഹുവിന് വ്യാഴബന്ധം വരുമ്പം ബഹുമാനവും സ്നേഹവും ആണ് കൂടുന്നതെങ്കിൽ രാഹുവിന് ശുക്രബന്ധം വരുമ്പോഴത്തേക്ക് ശൃംഗാരരസമായിരിക്കും കൂടുതൽ ചേർന്ന് വരുന്നത് എന്നുള്ളതും കൂടി ഓർക്കുക. ഇവർക്ക് കർമ്മഭാവവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പറ്റുന്ന ജോലികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലിക്കർ ബിസിനസ്സുകൾ, ബാർ ബിസിനസ്സുകൾ, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രീസ്, സിനിമ, പെർഫ്യൂംസ്, അതിൻ്റെ ബിസിനസ്സുകൾ. ഇന്ന് പെർഫ്യൂം, ബൗട്ടിക്കുകൾ, അതൊക്കെ ഭയങ്കരമല്ലേ? ഡ്രസ്സിൻ്റെയൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും മെയിൻ ആഡായിട്ട് വരുന്നത് തന്നെ. നമുക്ക് ഇവർക്ക് പരാജയ സാധ്യതയുള്ള റിലേഷൻഷിപ്പിലാണ്, ഫെയില്യൂർ ഇൻ മാരേജ് ലൈഫ്, അതുപോലെ റിലേഷൻഷിപ്പിൽ ഇവർക്ക് പെട്ടെന്നൊരു മടുപ്പ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്, പിന്നെ 45 വയസ്സിന് ശേഷം രോഗം, അതുപോലെ തന്നെ മനസ്സിൽ വല്ലാത്ത ചെറുപ്പവും ശരീരം കണ്ടമാനം പ്രായമാവുന്നതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തങ്ങളുടെ പ്രവൃത്തിയെ പലപ്പോഴും ന്യായീകരിക്കുന്നതായിട്ട് ഈ ശുക്ര രാഹു യോഗമുള്ളവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ചിന്തകളെ ധാർമ്മികമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള
ഒരു എസ്തെറ്റിക് സെൻസും ഒരു കഴിവും ഒക്കെ ഉണ്ടാകും. ഒരു കലയുടെ ഒരു അനുഗ്രഹം, കലാദേവത അനുഗ്രഹിച്ചിട്ടുണ്ടാകും. ആ അനുഗ്രഹിച്ചതിനെ നന്നായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് രാഹുവും ശുക്രനും കൂടെ യോഗം ചെയ്യുമ്പം ശുക്രൻ്റെ കാരകത്വത്തിലുള്ള വിഷയത്തിലാണല്ലോ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതും ശ്രമിക്കേണ്ടതും. അപ്പം രാഹുവിന് 2 വശമുണ്ട്. ഫാൻറ്റസിയോ എൻജോയ്മെൻറ്റ് വേണോ, അതോ നിങ്ങളുടെ കലയിലൂടെ നിങ്ങൾക്ക് വളരണോ. അപ്പോൾ അതിനെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ആ ഏരിയയിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ധാർമ്മികമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ആ മേഖലയിൽ സക്സസ് ആവാൻ പറ്റില്ല. അല്ലെങ്കിൽ ശുക്രൻ്റെ കാരകത്വം എന്താണോ, ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ ഡ്രസ്സ് മുതലും ഭൗതികപരമായിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നതെല്ലാം, ഫാൻസി എല്ലാം ശുക്രരാഹു കോമ്പിനേഷനാണ്. സിനിമ ഡയറക്ഷൻ, എഡിറ്റിംഗ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഇതെല്ലാം ആ ഒരുക്കം, ആ ഒരു ഫാൻറ്റസി, പബ്ബ്, ബാറ് എങ്ങനെ തുടങ്ങി ഇതെല്ലാം ശുക്രരാഹു കോമ്പിനേഷനാണ്. അപ്പോൾ അവിടെ അതിൽ മാത്രമായിട്ട് ഫോക്കസ്ഡായി പോകുമ്പം പലപ്പോഴും തോറ്റു പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ ജീവിക്കാൻ മറന്നു പോകരുത്. കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും തിരിഞ്ഞു നോക്കുമ്പോഴാണ് വാല്യൂസ് ഇല്ലാത്ത ഒരു ലൈഫായിരുന്നു. ചിലപ്പോൾ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും, മക്കൾക്കൊന്നൊരു വാല്യൂ ഇല്ലാതെ ചിലപ്പോൾ പലപ്പോഴും വൃദ്ധസദനങ്ങളിലും അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒറ്റയ്ക്ക് ജീവിച്ച് മരിക്കേണ്ടതായിട്ട് വരുന്ന, നിസ്സഹായനായിരിക്കുന്ന അല്ലെങ്കിൽ നിസ്സഹായതയുടെ ഒരു ഉത്തംഗ ശൃംഗത്തിൽ ഇരിക്കേണ്ടി വരുന്ന, ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ സങ്കടത്തിൻ്റെ ഒരു അവസ്ഥയിലിരിക്കേണ്ട ഇതിലേക്ക് വരുന്നുണ്ട്. ഒന്നുമില്ലായ്മയുടെ ഒരവസ്ഥ. അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ. ന്യായീകരണങ്ങൾക്കപ്പുറമായിട്ട് ശരിതെറ്റുകളെ തിരിച്ചറിയാനുള്ള കഴിവ് ശുക്രരാഹു യോഗമുള്ളവർക്കുണ്ടാവും. അതിൽ ഫോക്കസ് ചെയ്യുക, ആ ശരിതെറ്റുകളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. നല്ല കഴിവും നല്ല സൗന്ദര്യവും നല്ല പ്രസൻറ്റബിളായിട്ടുള്ളവരും, അവർക്കറിയാം എന്താ ചെയ്യേണ്ടത്, എങ്ങനെ നടക്കണ്ടേന്നൊക്കെയുള്ളത് അറിയാം, എല്ലാവരോടും എങ്ങനെ ഇടപെടേണ്ട, അത്രയും കഴിവുള്ള, അത്രയും ബുദ്ധിശക്തിയുള്ളവർ പലരും തകർന്നു പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ. അവരുടെ ജാതകത്തിൽ ഒരു പക്ഷേ ശുക്രരാഹു യോഗം ഉണ്ടാവും. ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ലൈഫിനെ വേറൊരു ട്രാക്കിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് തനിക്കെന്താ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഫാൻറ്റസികളിൽ നിന്നെല്ലാം ബൈ പറഞ്ഞ് തിരിച്ചു കയറി തങ്ങളുടെ മിക്കവാറും ഫാൻറ്റസി വേൾഡിലൊക്കെ തന്നെയായിരിക്കും ജീവിക്കുന്നത്. പക്ഷേ പക്ക പ്രൊഫഷണലായിട്ട് അതിനെ കണ്ട് ഫോക്കസ്ഡായിട്ട് കണ്ട് മുന്നോട്ട് പോയാൽ ശുക്രരാഹു യോഗം ഫെയിം, മണി, അംഗീകാരങ്ങൾ എല്ലാം തരും. ശ്രദ്ധിക്കാതെ പോയാൽ, സീരിയസ് അല്ലാതെ പോയാൽ ദുഷ്പേരുകൾ, ജീവിത പരാജയങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള തളർച്ച, വഴിവിട്ട ജീവിതങ്ങൾ, അഡിക്ഷൻസ് ഒക്കെ തരും. ഇരുതല മൂർച്ചയുള്ളൊരു വാളായിട്ടാണ് എനിക്ക് വീനസ് രാഹു കോമ്പിനേഷൻ കണ്ടിട്ടുള്ളത്. അപ്പം അത് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ലവ് വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ അതിൻ്റേതായ ധാർമ്മികമായിട്ട് മനസ്സിലാക്കി, പ്രോപ്പറായിട്ട് മനസ്സിലാക്കി, ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈശ്വരാനുഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോയാൽ ഐശ്വര്യമുള്ളതായിത്തീരും. ശുക്ര സർപ്പയോഗം എന്ന് പറയുന്നത് ആരെയും ഇമോഷണലായിട്ട് ഹൈജാക്ക് ചെയ്യരുത്. ആൾക്കാരുടെ ഇമോഷൻസിന് റെസ്പെക്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക, ഫോക്കസ്ഡായിട്ട് പോവുക. മെറ്റീരിയൽ സക്സസ്സിന് പറ്റുന്നൊരു ഗംഭീര യോഗമാണ്. ഏത് ഭാവത്തിലാണോ ശുക്രരാഹു യോഗമുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭാവത്തിലേക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പോവുക. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ കേതുവിൻ്റെ കോമ്പിനേഷൻസാണ് പഠിക്കുന്നത്. അപ്പോൾ ആ കേതുവിൻ്റെ കോമ്പിനേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ സബ്ജക്റ്റിലേക്ക് പോകാം. ഇതിപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ കേതു രാഹു തന്നെയാണ്. അപ്പോൾ ഏകദേശമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത കുറച്ച് വീഡിയോസോടുകൂടി തന്നെ നമുക്ക് ആ കോമ്പിനേഷൻസ് കേതുവിനോടൊപ്പം ഉള്ളതോടെ പഠിച്ചിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സംശയമുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട്. ഞാനൊന്ന് റിപ്ലൈ തരാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നീട് ഒരിക്കലും വീഡിയോസായിട്ടൊക്കെ എല്ലാം ചെയ്യാം. അപ്പം സന്തോഷമായിട്ടിരിക്കുക. നമസ്തേ.